കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തുള്ള വാൾത്തല പോലെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനും നമുക്ക് പാപബോധമുണ്ടായി നല്ലൊരു ജീവിതം നയിക്കുന്നതിനും സംഗതിയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഗലാത്യ സഭകൾക്കുള്ള ലേഖനം എഴുതിയിരിക്കുന്നത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ആണെന്ന് നമുക്ക് അറിയാം. ഈ ലേഖനം എഴുതാനുള്ള ഒരു കാരണം പറയുന്നത് ഗലാത്യ സഭകളിൽ നുഴഞ്ഞ് കയറുന്നതിന് ശ്രമിച്ച ചില ഉപദേശങ്ങളെ നേരിടുന്നതിനാണ്. ഗലാത്യ സഭകളിൽ നുഴഞ്ഞ് കയറുന്നതിന് ശ്രമിച്ച ചില ഉപദേശങ്ങളെ നേരിടുന്നതിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ക്രിസ്തീയ മാർഗം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണോ അതോ ന്യായപ്രമാണത്തിൻ്റെ അനുഷ്ഠാനത്തിലാണോ അടിസ്ഥാനമായിരിക്കുന്നത് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഈ ലേഖനം. ക്രിസ്തീയ മാർഗം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണോ ന്യായപ്രമാണത്തിൻ്റെ അനുഷ്ഠാനത്തിലാണോ? ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ ലേഖനം എന്ന് പറയുന്നത്. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗം ഗലാത്യർ 5:1 ക്രിസ്തുവേശു നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ഈ ലേഖനം കൂടുതലായി സംസാരിക്കുന്നത്. ഈ ലേഖനത്തിൽ പ്രധാനമായി 4 വാക്കുകളുണ്ട്: വിശ്വാസം, കൃപ, സ്വാതന്ത്ര്യം, കുരിശ്. വിശ്വാസം, കൃപ, സ്വാതന്ത്ര്യം, കുരിശ്. പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. യേശുക്രിസ്തു എങ്ങനെയാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത്? യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ കൂടിയാണ്. നമുക്ക് വേണ്ടി യേശു കാൽവറിയിൽ യാഗമായാണ് അവൻ നമ്മളെ സ്വതന്ത്രരാക്കിയത്. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം ക്രൂശിൽ ചൊരിഞ്ഞാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത്. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ്. ഇപ്പം യേശുക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം മൂലമാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്, നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഈ വീണ്ടെടുപ്പ് മൂലം നമുക്ക് കിട്ടിയിരിക്കുന്നത് സൗജന്യമായ നീതീകരണമാണ്. സൗജന്യമായിട്ടാണ് യേശു നമ്മളെ നീതീകരിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇപ്പം യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം നമ്മളെ നീതീകരിച്ചിരിക്കുകയാണ്. വീണ്ടും ഗലാത്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ഇരുന്ന നമ്മളെ യേശുക്രിസ്തു തൻ്റെ രക്തം മൂലം വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളെ പുത്രൻ എന്ന പദവിക്ക് അർഹനാക്കി തീർത്തിരിക്കുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരി, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുകയും നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ് നമുക്ക്
വിടുതൽ നൽകിയിരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടി പ്രധാനമായും 3 സ്വാതന്ത്ര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 3 സ്വാതന്ത്ര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു, പ്രത്യേകിച്ചും ഗലാത്യ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. 1, പാപത്തിൽ നിന്നുള്ള വിമോചനം. 2, മരണത്തിൽ നിന്നുള്ള വിമോചനം. 3, ന്യായപ്രമാണത്തിൽ നിന്നുള്ള വിമോചനം. ഗലാത്യ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായപ്രമാണത്തിലുള്ള വിമോചനത്തെ പറ്റിയാണ് അവിടെ കൂടുതൽ പറയുന്നത്. ഒന്നാമത്തെ വിമോചനം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള വിമോചനമാണ്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവറിയിൽ യാഗമായി തീർന്നത്. റോമാലേഖനം 6-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെ, അതിനകത്തെ 17-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ നിങ്ങളെ സ്വീകരിച്ചത് മൂലം പാപത്തിൽ നിന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. വീണ്ടും അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും നിത്യജീവനുമാകുന്നു. അപ്പം പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും നമ്മൾക്ക് വിടുതൽ ലഭിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് വിശുദ്ധീകരണവും നിത്യജീവനുമാകുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്താൽ പാപത്തിൽ നിന്നും വിടുതൽ നൽകി വിശുദ്ധീകരണവും നിത്യജീവനും നമുക്ക് നൽകുകയാണ്. ഗലാത്യ ലേഖനം 5:13 പറയുന്നത് നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ വീണ്ടും ജഡത്തിന് അവസരമുണ്ടാക്കരുത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗമാണ് നമുക്ക് പാപത്തിൽ നിന്നും വിടുതൽ നൽകി തന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നതിനെപ്പറ്റി പറയുകയാണ്. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുന്നതിനും അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുന്നതിനും വേണ്ടിയാണ്. അപ്പം തന്നെ മറുവിലയായി കൊടുത്തിട്ടാണ് യേശുക്രിസ്തു പാപത്തിൽ നിന്നും നമ്മളെ വിടുവിച്ചിരിക്കുന്നത്. അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുക്കപ്പെട്ട് പാപത്തിൽ നിന്നും യേശുക്രിസ്തു നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. പാപത്തിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. മറ്റ് ഒരു മനുഷ്യനും പാപത്തിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ കഴിവില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പ്രസക്തി. യേശുക്രിസ്തുവിന് മാത്രമേ പാപത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പം പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. റോമാലേഖനത്തിൽ വീണ്ടും പറയുന്നു, റോമാലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം: പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. യേശുക്രിസ്തുവിൻ്റെ കൃപയാണ് പാപത്തിൽ നിന്നും വിടുതൽ നൽകുന്ന ഘടകം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോൾ പാപത്തിൽ നിന്നും വലിയ വിമോചനം നമുക്ക് ലഭിക്കും. നമുക്കറിയാം, ധൂർത്തുപുത്രൻ തിരികെ വന്നപ്പോൾ നിരുപാധികം പിതാവ് സ്വീകരിച്ചത് പിതാവിൻ്റെ കൃപയാണ്. ചുങ്കക്കാരനായ മനുഷ്യൻ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവനെ നീതീകരിച്ചതും ദൈവത്തിൻ്റെ കൃപയാണ്. 6-ാം മണിക്കും 9-ാം മണിക്കും 11-ാം മണിക്കും വന്ന കൂലിക്കാരെ സ്നേഹപൂർവം ഒരേ കൂലി കൊടുത്ത് സ്വീകരിച്ചതും ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയാണ് പാപമോചനത്തിൻ്റെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പാപമോചനം ലഭിക്കാൻ വേണ്ടി
ദൈവം നമ്മളെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. നമ്മുടെ ദൈവം നമ്മളോട് കർക്കശമായി പെരുമാറാനോ നമ്മളെ ദ്രോഹിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സ്നേഹപൂർവം സ്വീകരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളോട് കർക്കശമായി പെരുമാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഏത് മാനസിക വൈഷമ്യങ്ങളിൽപ്പെട്ടവനെയും പാപത്തിൻ്റെ പീഡനം അനുഭവിക്കുന്നവനെയും സ്നേഹപൂർവം സ്വീകരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ യേശുക്രിസ്തു മനോഹരങ്ങളായ ഈ ഉപമകൾ പറഞ്ഞിരിക്കുന്നത്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ സ്നേഹപൂർവം ആശ്ലേഷിക്കുന്ന പിതാവിനെയും നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടിപ്പോകുന്ന ഇടയനെയും കാണാതെ പോയ നാണയത്തെ തേടിപ്പിടിക്കുന്ന ആ സ്ത്രീയെയുമൊക്കെ യേശുക്രിസ്തു വരച്ചു കാണിക്കുന്നത് ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെ കാണിക്കുന്ന ഉപമകളാണ്. എത്രമാത്രം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും സ്നേഹപൂർവം നമ്മളെ തേടിയെത്തുന്ന വലിയ സ്നേഹവാനായ പിതാവാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല. നമ്മുടെ അനുതാപം ദൈവത്തിന് വലിയ ആനന്ദമുണ്ടാക്കും. യേശുക്രിസ്തു ഉപമകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പം ദൈവം നമ്മളെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനനുസരിച്ച് പെരുമാറുവാൻ നമുക്ക് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരടി വെക്കുവാൻ ആഗ്രഹിച്ചാൽ ദൈവം നമ്മുടെ അടുക്കലേക്ക് 10 അടി വെക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണമെന്നൊരാഗ്രഹമുണ്ടായാൽ ദൈവം നമ്മളെ തേടിയെത്തും. ഒരടി നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വെക്കുവാൻ ആഗ്രഹിച്ചാൽ 10 അടി നമ്മുടെ അടുക്കലേക്ക് ദൈവം നടന്നു വരും എന്നാണ് പറയുന്നത്, നമ്മളെ സ്വീകരിക്കുവാൻ വേണ്ടി. പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനുള്ള മാർഗമെന്ന് പറയുന്നത് സ്വയം അറിയുക എന്നുള്ളതാണ്. നമ്മെ തന്നെ അറിയുക. ഒരു വിശുദ്ധനായ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഐസക് എന്നാണ്, വിശുദ്ധനായ ഐസക് പറയുന്നത് പാപത്തിൽ നിന്നും പലായനം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിന്നിലേക്ക് തന്നെ മടങ്ങുക, നിന്നെ തന്നെ അറിയുക. നമ്മിലേക്ക് തന്നെ മടങ്ങുക, നമ്മെ തന്നെ അറിയുക എന്നുള്ളതാണ്. അതായത് നമ്മളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ അസ്തിത്വത്തെ കണ്ടുപിടിക്കുക. ഓരോ മനുഷ്യനിലും ദൈവത്തിൻ്റെ അസ്തിത്വം മറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക അസ്തിത്വത്തെ തിരിച്ചറിയുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മിലേക്ക് തന്നെ മടങ്ങണം. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കുവാൻ നമുക്ക് സാധിക്കണം. പാപത്തിൽ നിന്ന് പലായനം ചെയ്യുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധനായ അപ്രേം അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ സ്വന്തം പാപം കാണുവാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ സ്വന്തം പാപം കാണുവാൻ എന്നെ അനുവദിക്കണമേ. നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ കപട വ്യക്തിത്വത്തെ അഴിച്ചു മാറ്റണം. നമ്മുടെ മുഖം മൂടികൾ അഴിച്ചു മാറ്റണം. നമ്മുടെ മുഖം മൂടികൾ അഴിച്ചു മാറ്റി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കാപട്യത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമുക്ക് കഴിയണം. ഗ്രീക്ക് തത്വചിന്തകനായ താലസിനോട് ശിഷ്യന്മാർ ചോദിച്ചു, അറിയുവാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണ്? ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, പഠിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമാണ്: സ്വയം അറിയുക എന്നുള്ളതാണ് പഠിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പഠിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വയം അറിയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ തന്നെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ കാപട്യമുള്ള ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കാപട്യത്തെ ഉപേക്ഷിച്ച്
നമ്മുടെ മുഖം മൂടികളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കണം. MG വാസുദേവൻ നായരുടെ അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ എന്ന് പറയുന്ന മനോഹരമായ ഒരു നോവലുണ്ട്. അതിൽ അദ്ദേഹം വിവരിക്കുന്നത് യേശുക്രിസ്തു സ്വർഗാരോഹണമൊക്കെ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യൂദയെ തേടി യേശുക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ യൂദയെ കണ്ടുപിടിച്ചു. യൂദയും യേശുക്രിസ്തുവും കൂടി സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നേരത്തെ ഗലീലയിൽ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ വഴിയിൽ ഒരന്ധനായ മനുഷ്യൻ ഇരിക്കുന്നു. അപ്പോൾ യൂദ പറഞ്ഞു, ഗുരു, അങ്ങ് ഇവനെ സൗഖ്യമാക്കിയാലും, അങ്ങ് ലോകത്തിൽ അന്ന് ഗലീലയിൽ ഉണ്ടായിരുന്നപ്പോൾ ധാരാളം അന്ധരെ സൗഖ്യമാക്കിയല്ലോ, ഈ അന്ധനെ അങ്ങൊന്ന് സൗഖ്യമാക്കിയാലും. അപ്പോൾ ഗുരു തൻ്റെ ഒരു പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ഈ അന്ധനായ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ ഈ പോക്കറ്റിൽ ഒന്നുമില്ല, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഈ അന്ധനായ മനുഷ്യൻ പറഞ്ഞു, അങ്ങ് ഒരു പോക്കറ്റിലല്ലേ കൈയിട്ടുള്ളൂ, മറ്റേ പോക്കറ്റിൽ കൂടി ഒന്ന് കൈയിട്ട് നോക്കുകയും. അപ്പോൾ ഗുരു പറഞ്ഞു, ഇതാണ് കാപട്യം. അന്ധനാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഭിക്ഷ യാചിക്കുന്ന മനുഷ്യനെ എനിക്ക് എങ്ങനെ സൗഖ്യമാക്കുവാൻ കഴിയും? വീണ്ടും ഗുരുവും ഈ യൂദായും കൂടെ മുന്നോട്ട് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യനെ കണ്ടു. അപ്പം യേശു യൂദായോട് പറഞ്ഞു, നീ ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കണം, അതിന് അധികാരം നിനക്ക് തരാൻ പോകുകയാണ്. നീ ചെയ്യേണ്ടത് അവനെ ഒന്ന് തലോടി ആണ്, കുഷ്ഠരോഗിയെ ഒന്ന് തലോടി സൗഖ്യമാക്കണം. യൂദാ കുഷ്ഠരോഗിയെ ഒന്ന് തലോടി, കയ്യിലെല്ലാം ഗോതമ്പ് മാവും ചുവന്ന കളറും. അപ്പോൾ ഗുരു, ഇതെന്താണ്? ഇതാണ് കാപട്യം. കാപട്യവുമായി യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ നമുക്ക് സൗഖ്യം കിട്ടുകയില്ല. പലപ്പോഴും നമ്മളെല്ലാം കപടമുഖവുമായി യേശുവിനെ കാണുവാനും കാപട്യമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നവരാണ് ഞാനും നിങ്ങളും. അപ്പോൾ നമ്മുടെ കപട വ്യക്തിത്വത്തെ ഒന്ന് തുറന്നു കാണിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ, നമ്മുടെ മുഖം മൂടികളെല്ലാം അഴിച്ചു മാറ്റി യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥമായ സൗഖ്യം ലഭിക്കുന്നത്. ഹിപ്പോക്രസിയെ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ഒരാളാണല്ലോ. കാപട്യം, ഹിപ്പോക്രൈറ്റ് എന്നുള്ള യവന ഭാഷയുടെ യഥാർത്ഥ അർത്ഥം നടൻ എന്നാണ്. നാട്യമുള്ളവൻ. നമ്മൾ ഒരു തരത്തിൽ നടന്മാരാണ്, പലതും അഭിനയിക്കുന്നവരാണ്. ഇങ്ങനെ യേശുവിൻ്റെ മുൻപിൽ അഭിനയിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വന്നാൽ അവിടെ നിന്നും നമുക്കൊന്നും ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കാപട്യത്തെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, എന്നെ തന്നെ എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല, എനിക്കെന്നെ ഇതുവരെ അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ നമുക്കിതുവരെ മനസ്സിലായിട്ടുണ്ടോ? നമ്മളെ യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോഴാണ് ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് പാപമോചനം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മളെ തന്നെ നമുക്കിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുർവിധി എന്ന് പറയുന്നത്. യേശുതമ്പുരാൻ സ്നേഹപൂർവം നമ്മളെ ക്ഷണിക്കുന്നു. ഹോശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം, വരൂ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങാം, അവൻ നമ്മെ പിച്ചിച്ചീന്തിയെങ്കിലും അവൻ നമ്മെ സുഖപ്പെടുത്തും, അവൻ നമ്മെ പ്രഹരിച്ചുവെങ്കിലും അവൻ നമ്മളുടെ മുറിവുകളെ കെട്ടും. വരുവിൻ, നമ്മൾക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങാം. ഹോശയ്യാ പ്രവാചകൻ പറയുകയാണ്, നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങാം, അവൻ നമ്മെ പിച്ചിച്ചീന്തിയെങ്കിലും അവൻ നമ്മുടെ മുറിവിനെ കെട്ടും, അവൻ നമ്മെ പ്രഹരിച്ചുവെങ്കിലും അവൻ നമ്മളുടെ മുറിവുകളെ കെട്ടും. യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് തുറന്ന മനസ്സോടുകൂടി കാപട്യമില്ലാതെ അടുത്തു വരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. ഒരിടത്തൊരു തത്വചിന്തകനുണ്ടായിരുന്നു.
ആ തത്വചിന്തകൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം വസ്ത്രങ്ങൾ ധരിക്കും, പക്ഷേ സന്ധ്യയ്ക്ക് വസ്ത്രമൂരാൻ അങ്ങ് മറന്നുപോകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനൊരു മറവി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഊരി വെക്കുമ്പോൾ അത് എവിടെയൊക്കെയാണ് വെച്ചൊന്ന് എഴുതി വെക്കണം. നല്ല ഐഡിയ ആയിട്ട് തോന്നി. പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് അങ്ങനെ തന്നെ ചെയ്തു. ഓരോ വസ്ത്രങ്ങളും എവിടെയാണ് വെച്ചത് എന്ന് എഴുതി വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വസ്ത്രമെടുത്ത് ധരിക്കാൻ തുടങ്ങി. വസ്ത്രമെല്ലാം കണ്ടു, പക്ഷെ അദ്ദേഹം വളരെ അങ്ങ് കരയുകയാണ്. കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറയുകയാണ്, വസ്ത്രമൊക്കെ കണ്ടു, പക്ഷെ എന്നെ കണ്ടെത്തിയില്ല. വസ്ത്രങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ മാത്രം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതൊരു നിസ്സാര ഒരു കഥയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സാധനങ്ങൾ എവിടെയാണെന്ന് നമുക്കറിയാം, നമുക്ക് എന്തുമാത്രം വസ്തുക്കളുണ്ടെന്ന് നമുക്കറിയാം, നമുക്ക് നമ്മുടെ കുട്ടികളുടെ പേരുകൾ നമുക്കറിയാം, എല്ലാം അറിയാമെങ്കിലും നമ്മെ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മളെ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പം നമ്മെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് പാപമോചനം പ്രാപിക്കുവാനുള്ള ഏറ്റവും പ്രഥമ പടി എന്ന് പറയുന്നത്. നമ്മളെ തന്നെ മറന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുക. ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ആഗ്രഹമാണ് പാപമോചനം ലഭിക്കുന്നതിനുള്ള മാർഗം. സ്നേഹപൂർവം പിതാവ് നമ്മളെ മാടി വിളിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, വരുവിൻ, നമ്മൾക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഞാൻ ഹിമം പോലെ വെളുപ്പിച്ചു തരും. സ്നേഹപൂർവമായൊരു ക്ഷണമാണ്. വരുവിൻ, നമ്മൾക്ക് തമ്മിൽ വാദിക്കാം. നമുക്ക് തമ്മിലൊരു വാദപ്രതിവാദം നടത്താം. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഞാൻ ഹിമം പോലെ വെളുപ്പിച്ചു തരാം. ഈ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ നമ്മൾക്ക് വിശുദ്ധീകരണം ലഭിക്കും എന്നുള്ളതാണ്. യാക്കോബ് ദൈവദൂതനുമായി ഒരു മൽപ്പിടുത്തം നടത്തി. മൽപ്പിടുത്തത്തിൽ യാക്കോബാണ് വിജയിച്ചത്. ദൈവദൂതൻ അറിഞ്ഞുകൊണ്ട് തോറ്റുകൊടുത്തതാണ്. നമ്മുടെ വീട്ടിലെ 2 വയസ്സുള്ള മകനുമായി പിതാവ് ഒരു ഗുസ്തി നടത്തിയാൽ ആരാണ് ജയിക്കുന്നത്? നമ്മുടെ വീട്ടിലെ 2 വയസ്സുള്ള ഒരു കുട്ടിയുമായി അവൻ്റെ പപ്പ ഒരു മൽപ്പിടുത്തം നടത്തിയാൽ ആരായിരിക്കും ജയിക്കുന്നത്? തീർച്ചയായിട്ടും കുട്ടി മാത്രമേ ജയിക്കത്തുള്ളൂ. കുട്ടി ജയിച്ചതല്ല, കുട്ടിയെ പിതാവ് ജയിപ്പിച്ചതാണ്. അവൻ തോക്കുവാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. തൻ്റെ സ്നേഹവാനായ കൊച്ചുകുട്ടി തോൽക്കുവാനും അവൻ്റെ കണ്ണുനീര് കാണുവാനും ഈ പിതാവ് ആഗ്രഹിക്കാത്തത് കൊണ്ട് അറിഞ്ഞുകൊണ്ട് ബലഹീനനായി കുട്ടിയെ ജയിപ്പിക്കുവാൻ പിതാവ് സന്മനസ്സനാകും. ഇതേപോലെ തന്നെ നമ്മുടെ സ്വർഗീയ പിതാവ് എത്ര ബലവാനായെങ്കിലും നമ്മളെ ജയിപ്പിക്കുവാൻ വേണ്ടി താഴ്ന്നു കൊടുക്കുവാൻ തയ്യാറാണ്. നമ്മളുമായി ഒരു മൽപ്പിടുത്തം പിതാവ് നടത്തിയാൽ ആ മൽപ്പിടുത്തത്തിൽ പിതാവ് അറിഞ്ഞുകൊണ്ട് തോൽക്കുവാൻ തയ്യാറാകും. ഈ മൽപ്പിടുത്തം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ബലഹീനതകളെ തുറന്നു സമ്മതിക്കലാണ് ഈ മൽപ്പിടുത്തം എന്ന് പറയുന്നത്. അതിന് നമ്മൾ വിശുദ്ധ കൂദാശ, വിശുദ്ധ കുംഭസാരം എന്ന് പറയുന്ന കൂദാശയിൽ കൂടിയും നമ്മളൊരു മൽപ്പിടുത്തം നടത്തിയാൽ ആ മൽപ്പിടുത്തത്തിൽ നമ്മൾ ഒരിക്കലും തോൽക്കുകയില്ല, മറിച്ച് നമ്മൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. നമ്മളെ വിജയിപ്പിക്കുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ ഒരിക്കലും തകർത്തു കളയുവാനും നമ്മളെ നശിപ്പിച്ചു കളയുവാനും സ്നേഹവാനായ നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മളെ ജയിപ്പിക്കുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനുമാണ് സ്നേഹവാനായ പിതാവ് ആഗ്രഹിക്കുന്നത്. ഈ പിതാവിൻ്റെ അടുക്കലേക്ക് ധൈര്യപൂർവം കടന്നു ചെന്നാൽ നമുക്ക് ആ അനുഗ്രഹം ലഭിക്കും. അതിന് നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ്.
വെളിപാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് എവർക്കും പരിചിതമായ വേദഭാഗമാണല്ലോ, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, നിങ്ങൾ വാതിലൊന്ന് തുറന്നുതാ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, നമുക്കൊരുമിച്ച് സദ്യയുണ്ണാം. നിങ്ങൾ വാതിലൊന്ന് തുറന്നു തരുവാൻ സന്നദ്ധനാണോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ സന്നദ്ധനാണോ? യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ അടച്ചിട്ട് യേശുവിനെ വിളിക്കുവാൻ ശ്രമിക്കുകയാണ്. യേശുവിന് നമ്മൾ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. പാപത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്താൽ ആ വിലയേറിയ രക്തം മൂലം നമ്മളെ പാപത്തിൽ നിന്നും വിടുതൽ തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. പക്ഷെങ്കിൽ നമ്മൾ അതിന് തയ്യാറാണോ? ഉത്തമഗീതം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്ന് എന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. നീ അറിയുന്നില്ലെങ്കിൽ നീ പുറകോട്ട് പോകേണ്ടി വരും. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നീ അറിയുന്നില്ലെങ്കിൽ നിനക്ക് പുറകോട്ട് പോകേണ്ടി വരും. നീ നിന്നെ തന്നെ അറിഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ മാത്രമേ നിനക്ക് മുൻപന്തിയിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളെ തന്നെ ഒന്ന് തുറന്നു കാണിക്കുവാൻ, മറ്റാരുടെയും മുൻപിലല്ല, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ ഒന്ന് തുറന്നു കാണിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കും. നമുക്ക് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറും. അവൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. വീണ്ടും ഗലാത്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പഴയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. നമ്മുടെ പഴയ മനുഷ്യനെ നശിപ്പിച്ചിട്ട് പുതിയ മനുഷ്യനായി നമ്മൾ തീരണം. വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതാണല്ലോ. പഴയ മനുഷ്യനെ കൊന്ന് മരിപ്പിച്ച് ഒരു പുതിയ മനുഷ്യനായി തീരുന്ന ശുശ്രൂഷയാണ് വിശുദ്ധ മാമോദീസ എന്ന് നമ്മൾ പറയും. വെള്ളത്തിൽ മുങ്ങുന്നതോടുകൂടി നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുകയും പുതിയൊരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. പിന്നീട് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിൽ കൂടി നമ്മളുടെ ജീവിതത്തിലിരിക്കുന്ന ആ കറകളെയും കുറവുകളെയും കഴുകി വെടിപ്പാക്കി നമ്മൾ മുന്നോട്ട് പോകുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തു വളരെ മനോഹരമായ ഒരു ഉപമ പറഞ്ഞല്ലോ. കല്യാണ വിരുന്നിന് എല്ലാവരെയും ക്ഷണിച്ചു. കുറച്ച് അധികം ആൾക്കാർ വന്നില്ല. വീണ്ടും തെരുവുകളിൽ ദൂതന്മാരെ വിട്ട് അവിടെയും ഇവിടെയും നിൽക്കുന്നവരെ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി. എന്നാൽ പോലും കല്യാണ വസ്ത്രം ധരിക്കാത്ത ആളിനെ ആ പന്തിയിൽ നിന്നും മണവാളൻ പുറത്താക്കി കളഞ്ഞു. അതായത് മാമോദീസയുടെ സമയത്ത് നമുക്കൊരു കല്യാണ വസ്ത്രം തന്നിട്ടുണ്ട്. ആ കല്യാണ വസ്ത്രം സൂക്ഷിച്ചു വയ്ക്കുന്നവർക്ക് മാത്രമേ എറ്റേണൽ ലൈഫിൽ, നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകളെ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിച്ച് പാപമോചനം തരുന്ന ആ യേശുവിൻ്റെ രക്തം മൂലം കഴുകി വെടിപ്പാക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇപ്രകാരമുള്ളൂ. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ഒരു നല്ല നോവലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒടിഞ്ഞ ചിറകുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ, അല്ലയോ എൻ്റെ പ്രഭുവായ ദൈവമേ, എന്നിൽ കരുണ തോന്നണമേ, എൻ്റെ ഒടിഞ്ഞ ചിറകുകളെ സൗഖ്യമാക്കിയാലും.
അല്ലയോ എൻ്റെ പ്രഭുവായ ദൈവമേ, എന്നിൽ കനിവ് തോന്നണമേ, എൻ്റെ ഒടിഞ്ഞ ചിറകുകളെ സൗഖ്യമാക്കിയാലും. നമ്മുടെ ഒടിഞ്ഞ ചിറകുകളെ, നമുക്ക് സ്വർഗത്തിലേക്ക് പറന്നു പോകുവാൻ തന്നിട്ടുള്ള ആ ചിറകുകളെല്ലാം നമ്മുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ പ്രഭുവായ ദൈവമേ, എന്നിൽ കനിവ് തോന്നണമേ, ഞങ്ങളുടെ ഒടിഞ്ഞ ചിറകുകളെ സൗഖ്യമാക്കിയാലും. രണ്ടാമത്തെ ആശയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒന്ന്, പാപത്തിൽ നിന്നുള്ള മോചനം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. മരണത്തിൽ നിന്നുള്ള മോചനം. ഇതിന് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, പാപത്തിൻ്റെ പരിണിത ഫലമായാണ് മരണം വന്നു എന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടി പഠിക്കുന്നത്. പാപത്തിൻ്റെ പരിണിത ഫലമായി രോഗവും, രോഗത്തിൻ്റെ പരിണിത ഫലമായി മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് നമ്മൾ ആദ്യ പുസ്തകത്തിൽ കൂടി പഠിക്കുന്നുണ്ടല്ലോ. മരണത്തിൽ നിന്നുള്ള മോചനം തരുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. മരണത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കുന്ന ഏക ദൈവം യേശുക്രിസ്തുവാണ്. റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രയും, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രയും, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. യേശുക്രിസ്തുവിൽ കൂടിയാണ് മരണത്തിൽ നിന്നുള്ള ഒരു വിമോചനം, അതായത് നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ ഏക മനുഷ്യൻ ആദാമിനെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഏകനാൽ തന്നെ മരണത്തിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിച്ചു. യേശുക്രിസ്തു എന്ന ഏകനാൽ മരണത്തിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യ മനുഷ്യനായ ആദാം പാപത്തിൽ വീണതിൻ്റെ പരിണിത ഫലമാണ് മരണം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. വീഴ്ചയുടെ ഫലമായി 6 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. 3 കാര്യങ്ങൾ പ്രപഞ്ചത്തിനും 3 കാര്യങ്ങൾ മനുഷ്യനും നഷ്ടപ്പെട്ടു. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിന് 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. 3 കാര്യങ്ങൾ മനുഷ്യനും പാപത്തിൻ്റെ പരിണിത ഫലമായി നഷ്ടപ്പെട്ടു. പ്രപഞ്ചത്തിന് നഷ്ടപ്പെട്ടത് ഭൂമിയുടെ ഫലപുഷ്ടിത. നമുക്കറിയാം, ഭൂമി ഫലസമ്പന്നമായിരുന്നെങ്കിൽ പാപത്തിൻ്റെ പരിണിത ഫലമായി ഭൂമിയുടെ ഫലപുഷ്ടിത നഷ്ടപ്പെട്ടു. 2, സസ്യവൃക്ഷാദികളുടെ ഫലസമ്പന്നത നഷ്ടപ്പെട്ടു. 3, അന്തരീക്ഷത്തിൻ്റെ തെളിമ നഷ്ടപ്പെട്ടു. പാപത്തിൻ്റെ പരിണിത ഫലമായി പ്രപഞ്ചത്തിനുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് ഭൂമി ഫലം തരാതെയായി, വൃക്ഷാദികൾ ഫലം തരാതെയായി, അന്തരീക്ഷത്തിൻ്റെ തെളിമ നഷ്ടപ്പെട്ടു പോയി. മനുഷ്യന് നഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ: 1, അവൻ്റെ തേജസ്; 2, നിത്യജീവൻ; 3, ശരീര വലുപ്പം. അങ്ങനെ 6 കാര്യങ്ങളാണ് പാപത്തിൻ്റെ പരിണിത ഫലമായി നഷ്ടപ്പെട്ടു പോയത്. അതിൽ പ്രധാന മനുഷ്യന് നഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ: തേജസ്, നിത്യജീവൻ, ശരീര വലുപ്പം. നമുക്കറിയാം, മനുഷ്യന് സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യന് വളരെയധികം തേജസ് ഉണ്ടായിരുന്നു. നമ്മുടെ മാമോദീസയെ പറ്റി പറയുമല്ലോ, ആദ്യ മനുഷ്യന് നഷ്ടപ്പെട്ടതായ തേജസ്സിനെ വീണ്ടെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത്. അപ്പം ആദ്യ മനുഷ്യന് പാപത്തിൻ്റെ പരിണിത ഫലമായി തൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണല്ലോ പാപം ചെയ്തതിൻ്റെ പരിണിത ഫലമായി താൻ നഗ്നനാണ് എന്ന് ആദമിന് തോന്നിയത്. അതുവരെയും ആദം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പാപത്തിൻ്റെ പരിണിതഫലമായി പ്രകാശവസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ താൻ നഗ്നനാണെന്ന് തോന്നുകയും അത്തിയിലേക്ക് വേണ്ടി ഓടുകയും ചെയ്തു. അതിനെപ്പറ്റി പറയുന്നത്, യേശുക്രിസ്തു
അത്തിയെ ശപിച്ച് ഉണക്കിയതോടുകൂടി നഷ്ടപ്പെട്ടു പോയ മഹത്വ വസ്ത്രം മനുഷ്യന് തിരിച്ചു കിട്ടി. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ അത്തിയെ ശപിച്ച് ഉണക്കിയതോടുകൂടി പാപത്തിൻ്റെ പരിണിതഫലമായി മഹത്വ വസ്ത്രം നഷ്ടപ്പെട്ട് അത്തി ഇല കൂട്ടിത്തിന്നിയ മനുഷ്യന് വീണ്ടും മഹത്വത്തിൻ്റെ വസ്ത്രം നൽകപ്പെട്ടു എന്നാണ് പറയുന്നത്. ആദം ഉൾക്കൊണ്ടിരുന്ന ഈ പ്രകാശം കൊണ്ട് ലോകത്തെ മുഴുവനും കാണുവാൻ ആദാമിന് കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് എത്താവുന്ന ഒരു പരിധിയുണ്ട്. പക്ഷേ ആദമിനും ഒക്കെ ലോകം മുഴുവൻ കാണാവുന്ന തരത്തിലുള്ള ഒരു പ്രകാശമായിരുന്നു അവരിൽ നിന്നും പുറപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത്. ആദമിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. ആദമിൻ്റെ ശരീരത്തിന് വളരെയധികം സുഗന്ധമുണ്ടായിരുന്നു. പാപത്തിൻ്റെ പരിണിതഫലമായി ആദമിൻ്റെ ശരീരത്തിൽ നിന്നുള്ള സുഗന്ധം നഷ്ടപ്പെട്ടു പോയി. പക്ഷിമൃഗാദികൾ ആദമിൻ്റെ അടുക്കലേക്ക് ആകർഷിക്കപ്പെട്ടത് ആദമിൻ്റെ ശരീരത്തിലെ സുഗന്ധമുണ്ടായിരുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. മറ്റു മനുഷ്യനെ ആകർഷിക്കത്തക്കവണ്ണമുള്ള വളരെ നല്ല സുഗന്ധം ആദമിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. പക്ഷിമൃഗാദികളൊക്കെ ആദമിൻ്റെ അടുക്കലേക്ക് ആകർഷിക്കപ്പെട്ടത് അതുകൊണ്ടായിരുന്നു. എന്നാൽ പാപത്തിൻ്റെ പരിണിതഫലമായി ഈ സുഗന്ധം മാറി ദുർഗന്ധമാകുകയും മൃഗങ്ങളൊക്കെ ഭയപ്പെട്ട് ഓടിപ്പോവുകയും ചെയ്തു. ഇന്ന് നമ്മളെ കണ്ട് ഓടിപ്പോകുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ. പാപത്തിൻ്റെ പരിണിതഫലമായി നമ്മുടെ സുഗന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ ദുർഗന്ധങ്ങളായി മാറുമ്പോൾ മനുഷ്യന് നമ്മുടെ അടുക്കൽ, മറ്റ് ജീവജാലങ്ങൾക്ക് നമ്മുടെ അടുക്കൽ നിൽക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ പാപത്തിൻ്റെ ഫലമായി ശാരീരിക വിലപ്പവും ദുർഗന്ധമുണ്ടാകി, തേജസ് നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ ഈ ദുർഗന്ധങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി കോസ്മെറ്റിക് സാധനങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഭക്ഷണ സാധനങ്ങളൊക്കെ പഴകുമ്പോൾ ദുർഗന്ധമുണ്ടാകും. ആത്മാവിന് ജീർണതയുണ്ടാകുമ്പോഴും ദുർഗന്ധമാണ് ഉണ്ടാകുന്നത്. ഭക്ഷണ സാധനങ്ങൾ പഴകുമ്പോൾ ദുർഗന്ധം ഉണ്ടാകുന്നത് പോലെ ആത്മാവിൻ്റെ ജീർണത പലപ്പോഴും മറ്റുള്ളവരെ നമ്മളിൽ നിന്നും അകറ്റുന്നതായി മാറും. പക്ഷെ നമ്മൾ ഇന്ന് ദുർഗന്ധം മാറ്റുവാൻ വേണ്ടി കോസ്മെറ്റിക് സാധനങ്ങളും അതുപോലെ തന്നെ നമുക്ക് തേജസ് കൂട്ടാൻ വേണ്ടി സൗന്ദര്യവർദ്ധക മറ്റ് വസ്തുക്കളുമൊക്കെ ഉപയോഗിക്കുകയാണ്. എന്നാൽ നഷ്ടപ്പെട്ടു പോയ മഹത്വ വസ്ത്രത്തെ തിരിച്ചു പിടിക്കുവാനും നമ്മുടെ ശാരീരിക ആത്മീക ദുർഗന്ധം അകറ്റുവാനുമുള്ള മാർഗം വിശുദ്ധ കൂദാശകളാണ്. പ്രധാനമായിട്ടും വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയും വിശുദ്ധ കുർബാന എന്ന കുർബാനയുടെ സ്വീകരണവുമാണ്. അതുകൊണ്ട് സൃഷ്ടിക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യവും. വിശുദ്ധ തക്സായിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. മറിയം എന്ന മരുഭൂമിയിൽ നിന്ന് മുളച്ചു വളർന്ന് തൻ്റെ സവിശേഷ സൗരഭ്യത്താൽ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും തിന്മയുടെ ദുർഗന്ധത്തെ അകറ്റിയ അനുഗ്രഹീത സസ്യമാണ് യേശു. മറിയം എന്ന മരുഭൂമിയിൽ നിന്നും മുളച്ചു വളർന്ന് തൻ്റെ സവിശേഷ സൗരഭ്യത്താൽ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും തിന്മയുടെ ദുർഗന്ധത്തെ അകറ്റിയ അനുഗ്രഹീത സസ്യമാകുന്നു യേശുക്രിസ്തു. അപ്പം യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ലോകത്തിലെ വരവ് ഈ ആദമിൽ കൂടി ഉണ്ടായ ദുർഗന്ധത്തെ അകറ്റുവാനും നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ മനുഷ്യന് തിരിച്ചു കൊടുക്കുവാനും അതേപോലെ തന്നെ പ്രപഞ്ചത്തിന് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു ലോകത്തിൽ പിറന്നത് തന്നെയും. യേശുക്രിസ്തു ഭൂമിയിൽ പിറന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് വിശുദ്ധന്മാർ ആൻസർ കൊടുക്കുന്നത് ഈ ഭൂമിയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. പാപത്തിൻ്റെ പരിണിതഫലമായി ഫലപുഷ്ടിത നഷ്ടപ്പെട്ട ഭൂമിയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് പിറന്നു വീണത്. യേശു വെള്ളത്തിൽ ഇറങ്ങിയത് എന്തിനാണ്? വെള്ളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. യേശു കടൽ തീരത്തുകൂടി നടന്നത് എന്തിനാണ്? കടലിലെ മണൽത്തരികളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയ വിശുദ്ധീകരണത്തെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക്
കടന്ന്, അത് മനുഷ്യനെ മാത്രമല്ല പ്രപഞ്ചത്തെയും ഈ പ്രകൃതിയെയും ഒക്കെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കൂദാശകളാൽ പ്രകൃതി അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൂദാശകളാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ, ഈ കൂദാശകൾ, മനുഷ്യൻ നടത്തുന്ന കൂദാശകളാൽ മനുഷ്യൻ മാത്രമല്ല ഈ പ്രകൃതിയും കൂടാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കൂദാശകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവൻ പ്രപഞ്ച വസ്തുക്കളാണ്. നമ്മൾ ഊശാനയുടെ ശുശ്രൂഷയ്ക്ക് കുരുത്തോലകളൊക്കെ വാഴ്ത്തുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ? ഈ വെട്ടിയെടുക്കപ്പെട്ട കൊമ്പുകളെയും ഭൂമിയിലെ സസ്യവൃക്ഷാദികളെയും ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പം നമ്മളുടെ ആ കൂദാശ മൂലം ഈ പ്രപഞ്ചത്തിലെ വൃക്ഷലതാദികൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ദനഹ എന്ന് പറയുന്ന ശുശ്രൂഷയിൽ വെള്ളം വാഴ്ത്തുമ്പോൾ ഈ ഭൂമിയിലെ ജലാശയങ്ങൾ മുഴുവൻ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ കൂദാശകളിൽ കൂടി മനുഷ്യൻ മാത്രമല്ല പ്രപഞ്ചവും കൂടി ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ നഷ്ടപ്പെട്ടു പോയ ഇതിനെ തിരിച്ചു തരാൻ വേണ്ടി യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ച് കാൽവറിയിൽ യാഗമായി മാറി. നമുക്ക് നഷ്ടപ്പെട്ടു പോയതും പ്രപഞ്ചത്തിന് നഷ്ടപ്പെട്ടതുമായ ഈ സംഗതികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് യേശുവിൻ്റെ കാൽവറിയാകവും ജനനവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനം നമ്മളുടെ നമുക്ക് നഷ്ടപ്പെട്ടത് എന്നെന്നും ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹമാണ് പാപത്തിൻ്റെ പരിണിതഫലമായി നഷ്ടപ്പെട്ടു പോയത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിനെ വിളിക്കുന്ന ഒരു പേര് ജീവൻ്റെ സുവിശേഷം എന്നാണ്. അവിടെ പറയുന്നത്, യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ഉണ്ടെന്നാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏറ്റവും പ്രഥമമായ പടി എന്ന് പറയുന്നു. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ വാക്യം, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യേശുക്രിസ്തുവിനെ ആരാധനയിൽ സംബന്ധിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുകയും ചെയ്യുന്നതിൽ കൂടി നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മരണത്തിൽ നിന്നും വിടുതൽ തരുന്നത് യേശുക്രിസ്തുവാണ്. നമുക്ക് ആർക്കും മരിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരാ. മരിക്കാൻ ഏതെങ്കിലും മനുഷ്യന് ആഗ്രഹമുണ്ടോ? ഒരു മനുഷ്യന് പോലും മരിക്കുവാൻ ആഗ്രഹമില്ല. അത് നമ്മുടെ കുഴപ്പമല്ല, ആദമിനും അങ്ങനെ ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ ആദം പഴം പറിച്ചു തിന്നത്. പറിച്ചു തിന്നാൽ എന്നേക്കും ജീവിക്കാം എന്നുള്ളതായിരുന്നു സാത്താൻ കൊടുത്ത മോഹനമായ വാഗ്ദാനം. അതുകൊണ്ടാണല്ലോ പഴം പറിച്ചു തിന്നത്. അതുകൊണ്ട് എന്നെന്നും ജീവിക്കണമെന്നാണ് മനുഷ്യൻ്റെ ആഗ്രഹം. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ നിത്യജീവനെ പറ്റി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതും ഒരു ദുഃഖകരമായ കാര്യമാണ്. ഈ ലോകത്തിൽ എന്നും ജീവിക്കാമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഒരിക്കൽ യക്ഷൻ എന്ന് പറയുന്ന ഒരാൾ യുധിഷ്ഠിരനോട് ഒരു ചോദ്യം ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? നമുക്ക് പല ആൻസറുകൾ കാണും. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്, ലോകത്തിൽ ജനിച്ചു വീണിട്ടുള്ള അനേകായിരം ജീവജാലങ്ങൾ എന്നും മരിക്കുന്നു. ഈ മരണമൊക്കെ കണ്ടിട്ടും നമ്മളാരും മരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ലോകത്തിൽ ജനിച്ചു വീണ അനേകായിരം ജീവജാലങ്ങൾ എന്നും മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മരണമൊക്കെ കണ്ടിട്ടും നമ്മൾ മരിക്കുമെന്ന് ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്. ഒരു മരണം
കണ്ടാൽ പോലും അവിടെ നിൽക്കുന്നവർ പോലും അതിനെപ്പറ്റി ഞാൻ ഇതുപോലെ പോകേണ്ടതാണെന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് ഈ ലോകത്തിൻ്റെതായ അതിൽ കുടുങ്ങി നമ്മൾ ഇവിടെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലാണ് മരണസമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. ഭാര്യ അടുത്ത് നിൽപ്പുണ്ട്. ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ശാന്തമായി ദൈവത്തെ പ്രാപിച്ചാലും ഞങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ജോസഫ് എന്തിയേ, മറിയം എന്തിയേ, മേരി എന്തിയേ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ജോസഫ് അങ്ങയുടെ തലയ്ക്കൽ നിൽപ്പുണ്ട്, മറിയം അങ്ങയുടെ കാൽക്കൽ നിൽപ്പുണ്ട്, ആനി നമ്മുടെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു, ഇവരൊക്കെ ഇവിടെ നിന്നാൽ പിന്നെ കടയിൽ പോയി ആരാ നോക്കുന്നത്? ഇവരൊക്കെ ഇവിടെ നിന്നാൽ പിന്നെ കട നോക്കുന്ന ആരാ? മരിക്കാൻ കിടപ്പുമ്പോഴും അതിനെ പറ്റിയാണ് ചിന്ത. അതുകൊണ്ടല്ലോ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്, മരിക്കാൻ മരിക്കുന്ന സമയത്ത് ദൈവത്തെ വിളിച്ചുകൊണ്ട് മരിച്ചാൽ അവർക്ക് ഒരു വലിയ അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് മരിക്കുന്ന സമയത്ത് പോലും ഭൗതിക കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിത്യജീവനെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കണമെന്നുള്ളതാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് അതിനെപ്പറ്റി ചിന്തയില്ല എന്നുള്ളതാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ സർവ്വതും ഉപേക്ഷിച്ച് നിന്നെ പിൻപറ്റിയാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? യേശു എന്താ പറഞ്ഞു? നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങൾ ഉപേക്ഷിച്ചതിൻ്റെ 100 മടങ്ങ് കിട്ടും. വരുന്ന ലോകത്തിൽ അതിനേക്കാൾ മനോഹരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വരുന്ന ലോകത്തിൽ വളരെ മനോഹരമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഓരോ മരണം കാണുമ്പോഴും നമ്മുടെ അഹംഭാവം കുറയേണ്ടതാണ്. നമ്മുടെ അഹങ്കാരം കുറയണം. പലപ്പോഴും ശിമാനമസ്കാരത്തിലെ ഒരു പാട്ട് പ്രകാരമുണ്ട്, വീരന്മാരും സുന്ദരന്മാരും എല്ലാം മണ്ണിനടിയിലായല്ലോ, കർത്താവേ നിന്റെ പ്രതിരൂപത്തോടെ സഹതാപം തോന്നണമേ. ഈ ലോകത്തിൽ വീരന്മാരും സുന്ദരന്മാരും ഒക്കെ ആയിരുന്നവർ പലരും മണ്ണിൻ്റെ അടിയിലായി പോയി. അതുകൊണ്ട് കർത്താവേ നിന്റെ പ്രതിരൂപത്തോട് സഹതാപം തോന്നണമേ. ഓരോ മരണം കാണുമ്പോഴും ഞങ്ങളുടെ അഹംഭാവം കുറയണം. അകത്തെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ എറ്റേണൽ ലൈഫിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യോനസ്കോ എന്ന് പറയുന്ന ഒരു പ്രശസ്ത നാടകകൃത്തിൻ്റെ ഒരു നാടകമുണ്ട്, ദ ലെസൺ, പാഠമെന്നാണ് ആ നാടകത്തിൻ്റെ പേര്. അതിനകത്ത് ഇപ്രകാരം പറയുന്നത്, ഒരു പെൺകുട്ടി പ്രൊഫസറിൻ്റെ അടുക്കൽ പഠിക്കാൻ ചെന്നു. ധാരാളം കാര്യങ്ങൾ പ്രൊഫസർ പഠിപ്പിച്ചു. ചോദിച്ചതിനെല്ലാം കൃത്യം ആൻസർ പറഞ്ഞു. പക്ഷെ ഒരു ആൻസർ മാത്രം അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല. നിസ്സാര ഒരു ആൻസറാണ്. 4-ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? അതിൻ്റെ ആൻസർ അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല. ബാക്കി എല്ലാ ആൻസറുകളും അവൾ പറഞ്ഞു. വളരെ കടുകട്ടിയായ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു. പക്ഷേ 4-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? ആൻസർ പറയാൻ കഴിഞ്ഞില്ല. ഇതൊരു നാടകം കേട്ടോ, നമുക്കൊക്കെ അറിയാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ചെറിയ കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, കുറയ്ക്കാൻ നമുക്കറിയത്തില്ല. എല്ലാം കൂട്ടാൻ നമുക്കറിയാം, അല്ലേ? കൂട്ടിവെക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വളരെയധികം ബുദ്ധിയും കഴിവുമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അല്പമൊന്ന് കുറഞ്ഞാൽ പ്രശ്നം മാറും. കുറയ്ക്കുവാൻ നമുക്ക് കഴിവില്ലാതെ പോകുന്നു. നമ്മുടെ അഹംഭാവത്തെയും നമ്മുടെ അഹങ്കാരത്തെയും കുറച്ചെങ്കിൽ മാത്രമേ ഈ എറ്റേണൽ ലൈഫ് നമുക്ക് ലഭിക്കുകയുള്ളൂ. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സാകുമല്ലോ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞു. ഞാൻ ഇസ്രായേൽക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, 3-ാം അധ്യായം 11-ാം വാക്യം, ഇതെല്ലാം ഞാൻ ശവറെണ്ണുന്നു. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള
പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷെ ഇതിനെയെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടി? ബലവിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഇതിനെയെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. അപ്പം ചിലതിനെയൊക്കെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചിലതിനെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയണം. പക്ഷെ പലപ്പോഴും ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. സ്വീകരിക്കുവാൻ നമ്മൾ പലപ്പോഴും തയ്യാറാണ്, അല്ലേ? പലതിനെയും സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിലും നമ്മൾ ആഗ്രഹം വെച്ചിട്ടുള്ള പലതിനെയും ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറല്ല. ചിലതിനെയൊക്കെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ എറ്റേണൽ ലൈഫ് നമുക്ക് ലഭിക്കുകയുള്ളൂ. എബ്രായ ലേഖനം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ മോശയെപ്പറ്റി ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ ഉള്ള കഷ്ടത തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രി എന്ന മകൾ എന്ന് വിളിക്കപ്പെടുന്നത് നിഷേധിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. പ്രതിഫലം നോക്കിയാൽ ഫറവോൻ്റെ പുത്രി അല്ലേ നല്ലത്? എന്തോ തോന്നുന്നു. ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. പക്ഷെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഫറവോൻ്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്നതാണല്ലോ നല്ലത്. എന്താ പ്രതിഫലം നോക്കിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം? നിത്യജീവൻ എന്നുള്ള ഒരു വലിയ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് ഭൗതികമായ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നതിനെ ഉപേക്ഷിക്കുകയും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. അപ്പം ചിലതിനെയൊക്കെ നമ്മൾ പ്രിയം വച്ചിരിക്കുന്ന ചിലതിനെയൊക്കെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന യേശുവിനോടൊപ്പമുള്ള ഒരു വാസത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യേശു നമുക്ക് തരുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്, അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗം മൂലം പാപത്തിൽ നിന്നുള്ള ഒരു മോചനം ദൈവം നമുക്ക് തരുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ക്രിസ്തുയേശുവിനെ ലാക്കാക്കി ഞാൻ ഓടുകയാണ് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനെ ലാക്കാക്കിയും ഓടുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ പ്രദേശത്തേക്ക് എത്തിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഭാരതീയ ഋഷിമാരുടെയൊക്കെ പ്രാർത്ഥന വളരെ മനോഹരമായ പ്രാർത്ഥനയുണ്ടല്ലോ. അതായത് കടം എന്ന് പറയുന്ന ഉപനിഷത്തിലെ മൃത്യോർമ അമൃതം ഗമയ, നമുക്ക് വളരെ പരിചിതമായ ഒരു ശ്ലോകമാണല്ലോ. മൃത്യോർമ അമൃതം ഗമയ എന്ന് പറഞ്ഞാൽ മൃത്യുവിൽ നിന്നും ഞങ്ങളെ അമരത്വത്തിലേക്ക്, അതായത് മരണത്തിൽ നിന്നും ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണമേ. വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ് അവരുടെ. ഞങ്ങളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കണമേ. നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്നെന്നും ജീവിക്കണമെന്നുള്ളതാണ്. അത് നമുക്ക് തരുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യേശുവിൻ്റെ വലിയ വാഗ്ദാനങ്ങളാണ്. പക്ഷേ ഈ വാഗ്ദാനങ്ങളൊക്കെ നമ്മളിൽ നടപ്പാകണമെന്നുണ്ടെങ്കിൽ ചിലതിനെയൊക്കെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞല്ലോ, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ എടുത്തു വെക്കുകയില്ല. എന്താ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ എടുത്തു വെച്ചാൽ? ഈ പഴയ തുരുത്തി എന്ന് പറയുന്നത് വിണ്ടുകീറിയതായിരിക്കും, ചുളുങ്ങിയതായിരിക്കും. വളരെ വീര്യമുള്ള ഈ പുതിയ വീഞ്ഞ് അതിനകത്ത് ഒഴിച്ചാൽ ഇതിനെ പൊട്ടിച്ചുകൊണ്ട് വീഞ്ഞെല്ലാം പുറത്തിയാടും. അതുകൊണ്ടത് നടക്കുന്ന കാര്യമല്ല. എന്താ യേശു പറഞ്ഞതിൻ്റെ ഉദ്ദേശം?
യേശുക്രിസ്തുവിനെ ആകുന്ന പുതുവീഞ്ഞിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഹൃദയം അല്പം ഇലാസ്റ്റികതയുള്ളതായിരിക്കണം. ആ ഹൃദയത്തിൽ യേശുവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള വികാസം പ്രാപിച്ചതായിരിക്കണം. എന്നാൽ മാത്രമേ യേശുവിനെ അവിടെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പുറത്ത് ചാടിപ്പോകും. യേശുക്രിസ്തു എന്ന് പറയുന്ന പുതുവീഞ്ഞിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള ചിലതിനെയൊക്കെ എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ അവിടെ യേശുവിനെ വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചിലതിനെയൊക്കെ എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ യേശു അവിടെ വസിക്കുകയും നമുക്ക് പ്രതീക്ഷ വെക്കുന്ന നിത്യജീവൻ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യം മുതൽ ചില ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി യേശു ധാരാളം കാര്യങ്ങൾ പരിശുദ്ധനായ പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഭിന്നത, പിണക്കം, ജാരശങ്ക, ഇങ്ങനെ ധാരാളം പട്ടികകൾ യേശു അവിടെ പൗലോസ് അവിടെ പറയുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ യേശുവിനെ സ്വീകരിക്കുവാനും നമ്മൾക്ക് ആഗ്രഹം വെച്ചിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ. വിദൂഷകന്മാരുടെ ജോലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. രാജകൊട്ടാരത്തിൽ ആണ് വിദൂഷകന്മാർ ഉള്ളത്. വിദൂഷകൻ്റെ ജോലി എന്ന് പറയുന്നത് രാജാവിനെ ഫലിതം പറഞ്ഞ് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഒരിക്കലൊരു വിദൂഷകൻ രാജാവിൻ്റെ അടുക്കൽ ഒരു തമാശ പറഞ്ഞു. രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. രാജാവ് വിദൂഷകനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഈ വടി നീ വെച്ചു, നിന്നേക്കാൾ വിഡ്ഢിയായ ഒരു മനുഷ്യനെ നീ കാണുമ്പോൾ അവൻ ഈ വടി അങ്ങ് കൊടുത്തേക്കണം. കാലങ്ങൾ കഴിഞ്ഞുപോയി. രാജാവിൻ്റെ മരണക്കിടക്കയാണ് രംഗം. രാജാവ് രാജകൊട്ടാരത്തിലുള്ള എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി. രാജാവ് പറഞ്ഞു, ഞാൻ വലിയൊരു കാര്യം പറയാനാണ് നിങ്ങളെയെല്ലാം ക്ഷണിച്ചത്. എൻ്റെ ലോകത്തിലെ ജീവിതം അവസാനിക്കാൻ പോകുകയാണ്. ഞാൻ ഈ ലോകത്തിൽ നിന്നും ഉടൻ തന്നെ മറ്റൊരു ലോകത്തിലേക്ക് യാത്ര ചെയ്യാൻ പോകുകയാണ്. ഇത് പറയാൻ വേണ്ടിയാണ് നിങ്ങളെയെല്ലാം ക്ഷണിച്ചു വരുത്തിയത്. അപ്പം വിദൂഷകൻ രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട്, രാജാവെ ക്ഷമിക്കണം, അങ്ങയോടൊരു കാര്യം ഞാൻ ചോദിക്കാൻ പോകുകയാണ്. അങ്ങ് സാധാരണ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആദ്യം ദൂതന്മാരെ അയക്കും. ആ ദൂതന്മാർ ആ രാജ്യത്ത് ചെന്ന് അങ്ങക്ക് അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളും അവിടെ ചെന്നാൽ അങ്ങയെ അവർ സ്വീകരിക്കുമോ എന്നുള്ളത് ഒക്കെ തിരക്കി അതിനുശേഷം മാത്രമേ, വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ അങ്ങ് ആ രാജ്യത്തേക്ക് പോകാറുള്ളല്ലോ. പക്ഷേ ഇപ്പോൾ അങ്ങ് വേറൊരു രാജ്യത്തേക്ക് പോകുകയാണ്. അതിനുവേണ്ടി അങ്ങ് എന്ത് ഒരുക്കമാണ് നടത്തിയിരിക്കുന്നത്? രാജാവിന് മറുപടിയില്ലായിരുന്നു. ഉടനെ ഈ വിദൂഷകൻ തൻ്റെ കയ്യിലിരുന്ന വടി രാജാവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. എന്നേക്കാൾ വിഡ്ഢിയായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവും ഇങ്ങനെ വിഡ്ഢികളെന്ന് വിളിച്ചിട്ടുണ്ട് ഇല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഒരാളെ വിഡ്ഢിക്കുകയാണ്. മൂഢനായ മനുഷ്യ, മൂഢനായ മനുഷ്യ എന്ന യേശുക്രിസ്തു ഒരാളെ വിളിച്ചു. ആരെയാണ്? നിത്യജീവന് വേണ്ടി ഒരുങ്ങാത്ത മനുഷ്യൻ മൂഢനാണ്. നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇന്ന് നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പലപ്പോഴും നമ്മളെല്ലാം വിഡ്ഢിവേഷം കെട്ടി ലോകത്തിൽ ജീവിക്കുകയാണ്, ഞാനും നിങ്ങളുമൊക്കെ. എന്നെന്നും ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ ലോകത്തിൽ തന്നെ ജീവിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു തരുന്ന ആ വലിയ വിമോചനം, എന്നെന്നും ജീവിക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം, അത് സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ഒരു വിലാപം തന്നെയാണ്. അയ്യോ, ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, മരണത്തിനധീനമായ ഈ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? അയ്യോ, ഞാൻ അരിഷ്ടനായ ഒരു മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്നും
എന്നെ ആർ വിടുവിക്കും? അദ്ദേഹം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവാണ് മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ. യേശുക്രിസ്തുവിന് മാത്രമേ മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിവുള്ളൂ. അദ്ദേഹം വീണ്ടും പറയുകയാണ്, റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും മരണത്തെ വെല്ലുവിളിക്കുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55-ാമത്തെ വാക്യം, മരണത്തെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. പക്ഷേ ഈ മരണത്തിൽ നിന്നും യേശുക്രിസ്തുവാണ് വിടുവിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഉറച്ച വിശ്വാസമുള്ള പരിശുദ്ധനായ പൗലോസ്ലീഹ മരണത്തെ വെല്ലുവിളിക്കുകയാണ്. മരണത്തെ തോൽപ്പിച്ച് കാൽവറിയിൽ വിജയം വരിച്ച യേശുക്രിസ്തു മരണത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് നമുക്കെന്നുമെന്നും ആഗ്രഹമുള്ള നിത്യജീവൻ എന്ന് പറയുന്ന ആ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലും. ഞാൻ ഒന്നാമത് പറഞ്ഞത്, പാപത്തിൽ നിന്നുള്ള മോചനം യേശുവിന് മാത്രമേ തരുവാൻ സാധിക്കുകയുള്ളൂ. 2, മരണത്തിൽ നിന്നുള്ള മോചനം യേശുവിന് മാത്രമേ തരുവാൻ സാധിക്കുകയുള്ളൂ. ഈ യേശുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. 3-മത്തേത്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള മോചനം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി മാറി എന്നുള്ളതാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്നാണ് ന്യായപ്രമാണം എഴുതിയിരിക്കുന്നെങ്കിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പം ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് യേശുക്രിസ്തുവാണ്. ന്യായപ്രമാണം തെറ്റാണ് എന്നുള്ളതല്ല പറയുന്നത്. ന്യായപ്രമാണം എന്ന് പറയുന്നത് യേശു വരുമ്പം വരെ മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തെ പറ്റി പറയുന്നത്, ന്യായപ്രമാണം ഒരു ശിശുപാലകനായിരുന്നു. ന്യായപ്രമാണം ഒരു ശിശുപാലകനായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടക്കുവാനുള്ള ഒരു ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനിയും ശിശുപാലകൻ്റെ കീഴിലല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ന്യായപ്രമാണം എന്ന് പറയുന്നത് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശിശുപാലകൻ മാത്രമായിരുന്നു. അതുകൊണ്ട് യേശുവാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. മോശയുടെ മുഖം മൂടുപടത്താൽ ആവരണം ചെയ്യപ്പെട്ടതുപോലെ ന്യായപ്രമാണം വായിക്കുമ്പോൾ ദൈവത്തെ മുഴുവനായി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ദൈവത്തെ പരിപൂർണമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ മുഖത്തിൻ്റെ ആവരണങ്ങളെല്ലാം മാറ്റി ദൈവത്തെ പരിപൂർണമായി മനസ്സിലാക്കുവാനുള്ള ഒരവസരം നമുക്ക് തരും. അതുകൊണ്ടാണ് പറയുന്നത്, അക്ഷരം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ന്യായപ്രമാണം തെറ്റെന്നുള്ള അർത്ഥത്തിലല്ലേ പറയുന്നത്. ന്യായപ്രമാണത്തെക്കാൾ ഉപരിയായി യേശുക്രിസ്തുവാണ് പ്രധാനം. ഇത് പറയാൻ കാരണം ഗലാത്യ ലേഖനത്തിൻ്റെ പ്രത്യേക ലേഖനം എഴുതാനുള്ള പ്രത്യേക സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. അവിടെ ന്യായപ്രമാണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, യേശുവിനെ അതിൻ്റെ കീഴിലാക്കിക്കൊണ്ടുള്ള ഒരു പഠിപ്പേര് വന്നുകൊണ്ട് ന്യായപ്രമാണത്തിന് ഉപരിയാണ് യേശുക്രിസ്തു എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് പൗലോസ്ലീഹയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ നീതിമാൻ എന്ന് വിധിക്കാൻ സാധിക്കത്തില്ല. കാരണം
നിയമം പാലിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ മറിച്ച് നമ്മളെല്ലാം ധാരാളം നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ പരിപൂർണമായി നീതിമാനാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം? യേശുക്രിസ്തുവിൻ്റെ കൃപയാണ്. ന്യായപ്രമാണം മൂലം ആർക്കും രക്ഷ ലഭിക്കത്തില്ല. കാരണം നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ പരിശോധിച്ചാൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. മറിച്ച് യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ നീതീകരിക്കപ്പെട്ട് യേശുവിൻ്റെ രക്ഷയ്ക്ക് ഭാഗമായി മാറുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൽ നിന്നുള്ള ഒരു മോചനം യേശു നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതിൻ്റെ 3ൻ്റെയും വെളിച്ചത്തിൽ ഈ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഈ സ്വാതന്ത്ര്യം സഭയിലെ കൂദാശകളിൽ കൂടി അനുഭവിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം പൂർത്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സഭയിലെ കൂദാശകളിൽ കൂടി, കൂദാശ അനുഭവത്തിൽ കൂടി പോകണം. നമുക്കറിയാം, യേശുക്രിസ്തു നിത്യജീവൻ തരുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളെ ഭക്ഷിച്ചു പാനം ചെയ്യുകയും വിശുദ്ധ മാമോദീസയിൽ കൂടി പുതിയ മനുഷ്യനായിത്തീരുകയും ചെയ്യണം. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ സഭയിലെ കൂദാശകളിൽ കൂടി മാത്രമേ ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം വിശുദ്ധ കൂദാശയുടെ അനുഭവത്തിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം. എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പോലെ നമുക്കിനി ധൈര്യപൂർവം ന്യായാസനത്തിൻ്റെ അടുത്തെല്ലാം നമ്മൾ ദാസന്മാരായിരുന്നു. ഈ ദാസന്മാരായിരിക്കുന്ന നമ്മൾക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത് കൊണ്ട് ധൈര്യപൂർവം കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ധൈര്യപൂർവം ചെല്ലാം. പുത്രത്വത്തിൻ്റെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ധൈര്യപൂർവം ഈ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്താ ധൈര്യപൂർവം കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ചിലതിനെയൊക്കെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ധൈര്യപൂർവം കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ കൂദാശകളിൽ കൂടി നമ്മൾ സ്വതന്ത്രരാക്കപ്പെടണം. കൂദാശ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വിശുദ്ധ കുർബാനയിലും മറ്റ് കൂദാശകളിലും സംബന്ധിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, നമ്മളിൽ കൂടി ഈ പ്രപഞ്ചം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് ശരിയായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അഹറോൻ ഫറവോനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അഹറോൻ ഫറവോനോട് ചെന്ന് എന്തോ പറഞ്ഞത്? ആരാധനയ്ക്ക് എൻ്റെ ജനത്തെ സ്വതന്ത്രമാക്കണം. എന്തിനാ ഇസ്രായേലിനെ സ്വതന്ത്രമാക്കാൻ പറഞ്ഞത്? ആരാധനയ്ക്ക് എൻ്റെ ജനത്തെ സ്വതന്ത്രമാക്കണം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മാത്രമേ ശരിയായ ആരാധന നടക്കുകയുള്ളൂ. യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞാൽ ധൈര്യപൂർവം കൃപാസനത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു ധൈര്യപൂർവമായ പ്രവേശനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അഹറോൻ ഫറവോനോട് പറഞ്ഞു, എൻ്റെ ജനത്തെ സ്വതന്ത്രരാക്കണം. എന്തിനു വേണ്ടിയാ? ആരാധനയ്ക്ക് വേണ്ടി, തങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ സ്വതന്ത്രരാക്കണം. അപ്പോൾ നമ്മൾ സ്വതന്ത്രരായെങ്കിൽ മാത്രമേ ധൈര്യപൂർവം ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് വന്ന് ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും പലരും ആരാധനയ്ക്ക് ശരിയായ രീതിയിൽ വരാത്തതിൻ്റെ കാരണം മനസ്സിലായി കാണുമല്ലോ. വിശുദ്ധ ദേവാലയത്തിൽ കൃത്യമായോ ശരിയായോ വരാത്തവരുണ്ടല്ലോ. ചില ആൾക്കാർ മടിച്ചിരിക്കും, വരത്തില്ല. കാരണം അവർക്ക് ആ ദേവാലയത്തിൽ കയറാൻ മടിയാണ്, സ്വാതന്ത്ര്യമില്ല, ശരിയായ രീതിയിൽ ആരാധിക്കുവാനുള്ളൊരു മനസ്സില്ല. അതിൻ്റെ കാരണം നമ്മൾ ഇതുവരെ പലതിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്.
കൃത്യമായി ആരാധനയ്ക്ക് വരികയും കൂദാശയ അനുഷ്ഠാനങ്ങളിൽ ഭംഗിയോടും ചിട്ടയോടും കൂടി സംബന്ധിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ പലതിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ആരാധനയ്ക്ക് സ്വതന്ത്രമായൊരു മനസ്സ് ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആരാധനകളിലൊക്കെ പാപമോചനം നേടിയിട്ട് നമ്മൾ ആരാധിക്കാൻ വേണ്ടി വരുന്നത്. നമ്മൾ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ. തെറ്റുകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അനുതാപ സങ്കീർത്തനങ്ങൾ ചൊല്ലി മനസ്സിനെ ഒന്ന് പരുവപ്പെടുത്തിയിട്ടാണ് ആരാധനയ്ക്ക് നമ്മൾ ദൈവാലയത്തിലേക്ക് വരുന്നത്. സ്വതന്ത്രമായ മനസ്സോടുകൂടി ആരാധനയ്ക്ക് വരുമ്പോഴാണ് യഥാർത്ഥമായ ഒരനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ന്യായപ്രമാണത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്ന ആ യേശുവിനെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് ഞങ്ങൾ എന്താണ് പകരം തരേണ്ടത്? നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിന് ഞങ്ങൾക്ക് എന്ത് നിനക്ക് പകരം തരാൻ സാധിക്കും? നേർച്ച കാഴ്ചകളുമായി വന്ന് സർവ്വജനത്തിൻ്റെയും മുമ്പാകെ നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യും. അങ്ങനെ ധൈര്യപൂർവം ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് നമ്മുടെ കൃതജ്ഞത അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായ ഒരു മനസ്സോടുകൂടി യേശുവിനെ സ്വീകരിക്കത്തക്കവണ്ണം ഇലാസ്തികതയുള്ള ഒരു മനസ്സോടുകൂടി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കത്തക്കവണ്ണം ഹൃദയത്തിൽ നിന്നും പലതിനെയും എടുത്തു കളഞ്ഞ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കണം. ഈ സ്വാതന്ത്ര്യം ഒരിക്കലും ജഡത്തിന് അവസരമാക്കരുത്. വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം ആരാധനയ്ക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നത് ജഡത്തിന് അവസരമാക്കാൻ വേണ്ടിയല്ല. ഈ സ്വാതന്ത്ര്യം ദൈവത്തെ സ്നേഹിക്കുമ്പോഴും, ആ ദൈവസ്നേഹം രണ്ട് പ്രധാനപ്പെട്ട കൽപ്പനയാണല്ലോ. ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷിക ബന്ധങ്ങളെ, ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മാനുഷിക ബന്ധങ്ങളെ പണിയുവാൻ നമുക്ക് സാധിക്കണം. ഒരു ദേവാലയം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു ദേവാലയം ഉണ്ടാകുന്നത് ഈ കൺസ്ട്രക്ഷൻ മാത്രം പോരാ. ദേവാലയങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യർ തമ്മിൽ കൈകോർത്ത് പിടിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? പരസ്പരം കൈകോർത്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് ദേവാലയങ്ങൾ ഉണ്ടാകുന്നത്. ദേവാലയത്തിലെ ജനങ്ങൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് ദേവാലയങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ കല്ലുകൾ ചേർത്ത് വെച്ചല്ല, മറിച്ച് കരങ്ങൾ ചേർത്ത് വെച്ചാണ് ദേവാലയങ്ങൾ ഉണ്ടാകേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കുവാനും മാനുഷിക ബന്ധങ്ങളെ പണിയുവാനും നമുക്ക് സാധിക്കണം. സ്നേഹമാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ശക്തി. ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായെങ്കിൽ മാത്രമേ ക്രിസ്തീയ സ്നേഹം പരിപൂർണതയിൽ, ക്രിസ്തീയ സ്വാതന്ത്ര്യം പരിപൂർണതയിൽ എത്തിച്ചേരുകയുള്ളൂ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും യേശു ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം വിശുദ്ധ കൂദാശകളിൽ കൂടി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ കൃതജ്ഞതാപൂർവം സ്മരിക്കുവാനും നമ്മുടെ കരങ്ങൾ ഉപയോഗിച്ച് ദൈവാലയങ്ങളെ പണിയുവാനും മാനുഷിക ബന്ധങ്ങളെ പണിയുവാനും സാധിക്കണം. ഇത് യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.